ഹലോ, വെൽക്കം ടു ഇൻസൈറ്റ് പോയിൻറ്റ്. നമ്മൾ കഴിഞ്ഞ 2 വീഡിയോസിലും ഓഡിറ്റിംഗ് ആൻഡ് കോർപ്പറേറ്റ് ഗവേണൻസിലെ മൊഡ്യൂൾ 1ൻ്റെ ക്ലാസ്സാണ് പഠിച്ചത്. ഇന്നത്തെ വീഡിയോയിലും നമ്മൾ ഓഡിറ്റിംഗ് ആൻഡ് കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ മൊഡ്യൂൾ 1ൻ്റെ ക്ലാസ് തന്നെയാണ് എടുക്കുന്നത്. ഇന്ന് മൊഡ്യൂൾ 1ൻ്റെ ഫൈനൽ പാർട്ടാണ് എടുക്കുന്നത്. ഇന്ന് നമ്മൾ ആദ്യം പഠിക്കുന്നത് ഓഡിറ്റിംഗ് ടെക്നിക്സ്. എന്താണ് ഓഡിറ്റിംഗ് ടെക്നിക്സ്? Auditing techniques are the tools and schemes adopted by an auditor for checking the books of accounts performing his audit. ഒരു ഓഡിറ്റർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ചെക്ക് ചെയ്താണ് ഓഡിറ്റ് വർക്ക് പെർഫോം ചെയ്യുന്നത്. ഇങ്ങനെ ഓഡിറ്റ് വർക്ക് പെർഫോം ചെയ്യുന്നതിന് വേണ്ടി അഡോപ്റ്റ് ചെയ്യുന്ന സ്കീംസും ടൂൾസും ഒക്കെയാണ് ഓഡിറ്റിംഗ് ടെക്നിക്സ്. ഓഡിറ്റിംഗ് ടെക്നിക്സ് എന്ന് പറയുന്നത് ഓഡിറ്റർ അഡോപ്റ്റ് ചെയ്യുന്ന ടൂൾസും സ്കീംസും ഒക്കെയാണ്. എന്തിനു വേണ്ടിയാണ് ഈ ടൂൾസും സ്കീംസും ഒക്കെ അഡോപ്റ്റ് ചെയ്യുന്നത്? ഓഡിറ്റ് വർക്ക് പെർഫോം ചെയ്യുന്നതിന് വേണ്ടി. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ഓഡിറ്റിംഗ് പ്രിൻസിപ്പിൾസ് ആൻഡ് ഓഡിറ്റിംഗ് ടെക്നിക്സ്. ഫസ്റ്റ് ഡിഫറൻസ് ആണ് കോൺസെപ്റ്റ്. ഓഡിറ്റിംഗ് പ്രിൻസിപ്പിൾസ് ബേസിക് റൂൾസ് ആസ് പെർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആർ ഓഡിറ്റഡ്. ഓഡിറ്റിംഗ് ടെക്നിക്സ് ഡിവൈസസ് അഡോപ്റ്റഡ് ബൈ ആൻ ഓഡിറ്റർ. ഓഡിറ്റിംഗ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ബേസിക് റൂൾസ് ആണ്. ഈ റൂൾസ് അനുസരിച്ച് വേണം ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യാൻ. ഓഡിറ്റിംഗ് ടെക്നിക്സ് എന്ന് പറയുന്നത് ഓഡിറ്റർ അഡോപ്റ്റ് ചെയ്യുന്ന ഡിവൈസസ് ആണ്. നെക്സ്റ്റ് ഡിഫറൻസ് ആണ് ചാൻസ് ഫോർ ചേഞ്ച്. ഓഡിറ്റിംഗ് പ്രിൻസിപ്പിൾസ് റിമെയിൻ കോൺസ്റ്റൻറ്റ്, നോ ചേഞ്ച് ഫ്രം പീരിയഡ് ടു പീരിയഡ്. ഓഡിറ്റിംഗ് ടെക്നിക്സ് നോൺ കോൺസ്റ്റൻറ്റ്. ഓഡിറ്റിംഗ് പ്രിൻസിപ്പിൾസ് എല്ലായ്പ്പോഴും കോൺസ്റ്റൻ്റ് ആണ്. ഇവിടെ പീരിയഡ് ടു പീരിയഡ് ചേഞ്ചസ് ഒന്നും വരുന്നില്ല. ഓഡിറ്റിംഗ് ടെക്നിക്സ് നോൺ കോൺസ്റ്റൻ്റ് ആണ്. ഇവിടെ എപ്പോൾ വേണമെങ്കിലും ചേഞ്ചസ് വരാം. നെക്സ്റ്റ് ഡിഫറൻസ് ആണ് ഫ്രീഡം ടു ചേഞ്ച് ബൈ ആൻ ഓഡിറ്റർ അറ്റ് ഹിസ് വിൽ. ഓഡിറ്റിംഗ് പ്രിൻസിപ്പിൾസ് ആൻഡ് ഓഡിറ്റർ അറ്റ് ഹിസ് വിൽസ് കനോട്ട് ചേഞ്ച് പ്രിൻസിപ്പിൾസ്. ഓഡിറ്റിംഗ് ടെക്നിക്സ് ചേഞ്ച് ഫ്രം പീരിയഡ് ടു പീരിയഡ്, ബിസിനസ് ടു ബിസിനസ്. ഓഡിറ്റിംഗ് പ്രിൻസിപ്പിൾസ് ഒരിക്കലും ഓഡിറ്ററിൻ്റെ താല്പര്യത്തിനനുസരിച്ച് മാറ്റാൻ സാധിക്കില്ല. ഓഡിറ്റിംഗ് ടെക്നിക്സ് ആണെങ്കിൽ ഓരോ ബിസിനസ്സിലും വേറെ വേറെ ആയിരിക്കും. പീരിയഡ് ടു പീരിയഡ് അതിൽ ചേഞ്ചസ് വരുത്താൻ സാധിക്കും. നെക്സ്റ്റ് ഡിഫറൻസ് ആണ് എൻഡ് ആൻഡ് മീൻസ്. ഓഡിറ്റിംഗ് പ്രിൻസിപ്പിൾസ് ആർ ദി എൻഡ്. ഓഡിറ്റിംഗ് ടെക്നിക്സ് ആർ ദി മീൻസ് ഫോർ അപ്ലൈയിങ് ദി പ്രിൻസിപ്പിൾസ് ഓഫ് ഓഡിറ്റ്. എൻഡ് ആൻഡ് മീൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലക്ഷ്യം, മാർഗം എന്നാണ്. എൻഡ് ലക്ഷ്യം, മീൻസ് മാർഗം. ഓഡിറ്റിംഗ് പ്രിൻസിപ്പിൾസ് എൻഡ് ആണ്. ഓഡിറ്റിംഗ് ടെക്നിക്സ് എന്താണ്? മീൻസ് ആണ്. ഓഡിറ്റിൻ്റെ പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്യാനുള്ള മീൻസ് അല്ലെങ്കിൽ മാർഗമാണ് ഓഡിറ്റിംഗ് ടെക്നിക്സ്. സോ ഓഡിറ്റിംഗ് പ്രിൻസിപ്പിൾസ് എൻഡ്, ഓഡിറ്റിംഗ് ടെക്നിക്സ് മീൻസ്. നെക്സ്റ്റ് ഡിഫറൻസ് ആണ് കോംപ്ലിമെൻ്ററി. ഓഡിറ്റിംഗ് പ്രിൻസിപ്പിൾസ് വർക്ക് ഓഫ് ഓഡിറ്റിംഗ് ഷുഡ് ബേസ് ഓൺ fundamental principles. Auditing techniques are the devices adopted by an auditor in applying the principle. ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്താണ് ഓഡിറ്റിംഗ് വർക്ക് നടക്കുന്നത്. ഓഡിറ്റിംഗ് പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി ഓഡിറ്റർ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ഡിവൈസസ് ആണ് ഓഡിറ്റിംഗ് ടെക്നിക്സ്. ഇമ്പോർട്ടൻറ്റ് ഓഡിറ്റിംഗ് ടെക്നിക്സ്. ഇനി നമുക്ക് ഇമ്പോർട്ടൻറ്റ് ഓഡിറ്റിംഗ് ടെക്നിക്സ് ഏതൊക്കെയാണ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, വൗച്ചിങ്. വൗച്ചിങ് മീൻസ് എ കെയർഫുൾ എക്സാമിനേഷൻ ഓഫ് ദി ഒറിജിനൽ ഡോക്യുമെൻ്ററി എവിഡൻസ് റിലേറ്റിംഗ് ടു ദി റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഇൻവോയ്സ്, റെസീപ്റ്റ്, സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സെട്ര. ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ആണെങ്കിൽ അവിടെ ട്രാൻസാക്ഷൻസൊക്കെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്ത് വയ്ക്കും. ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് വയ്ക്കുന്ന ഈ ട്രാൻസാക്ഷൻസുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒറിജിനൽ ഡോക്യുമെൻ്ററി എവിഡൻസ് ഉണ്ടായിരിക്കും. ഇൻവോയ്സ്, റെസീപ്റ്റ്സ് പോലുള്ള ഇങ്ങനെയുള്ള ഈ ഒറിജിനൽ ഡോക്യുമെൻ്ററി എവിഡൻസിൻ്റെ കെയർഫുൾ എക്സാമിനേഷനെയാണ് വൗച്ചിങ് എന്ന് പറയുന്നത്. അതായത് ബിസിനസ് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ള ട്രാൻസാക്ഷനുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒറിജിനൽ ഡോക്യുമെൻ്ററി എവിഡൻസിൻ്റെ കെയർഫുൾ എക്സാമിനേഷനാണ് വൗച്ചിങ്. നെക്സ്റ്റ് വൺ ആണ് കൺഫർമേഷൻ. ഇറ്റ് ഈസ് എ ഡ്യൂട്ടി ഓഫ് ദി ഓഡിറ്റർ ടു മേക്ക് ഷുവർ ദി ഒതൻറ്റിസിറ്റി, accuracy and validity of the transactions made by the organization. ഇത് ഓഡിറ്ററിൻ്റെ ഡ്യൂട്ടിയാണ്.
എന്താണ് ഓഡിറ്റർ ചെയ്യുന്നത്? ഒരു ഓർഗനൈസേഷൻ മെയ്ഡ് ചെയ്തിട്ടുള്ള ട്രാൻസാക്ഷൻസിൻ്റെ ഒതൻറ്റിസിറ്റിയും അക്യുറസിയും വാലിഡിറ്റിയും ഉറപ്പുവരുത്തുക എന്ന ഡ്യൂട്ടിയാണ് ഓഡിറ്റർ കൺഫർമേഷൻ എന്ന ടെക്നിക്കിൽ ചെയ്യുന്നത്. നെക്സ്റ്റ് വണ്ണാണ് റീകൺസിലേഷൻ. റീകൺസിലേഷൻ ഈസ് എ മെത്തേഡ് ടു ഫൈൻഡ് ഔട്ട് ദി കോസസ് ഓഫ് ഡിഫറൻസസ് ബിറ്റ്വീൻ ടു ഫിഗേഴ്സ്. രണ്ട് ഫിഗേഴ്സ് തമ്മിലുള്ള ഡിഫറൻസസിൻ്റെ കാരണം ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളൊരു മെത്തേഡാണ് റീകൺസിലേഷൻ. നെക്സ്റ്റ് ഓഡിറ്റിംഗ് ടെക്നിക്കാണ് അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ദിസ് ഈസ് എ ടെക്നിക് യൂസ്ഡ് ബൈ ഓഡിറ്റർ ടു എസ്റ്റാബ്ലിഷ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഫാക്ടേഴ്സ്. രണ്ട് ഫാക്ടേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടി ഓഡിറ്റർ യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. നെക്സ്റ്റ് വണ്ണാണ് ഫിസിക്കൽ എക്സാമിനേഷൻ. ദി എക്സിസ്റ്റൻസ് ഓഫ് ആൻ ഐറ്റം ക്യാൻ ബി വെരിഫൈഡ് ബൈ ദി ഫിസിക്കൽ എക്സാമിനേഷൻ ബൈ ദി ഓഡിറ്റർ. ഒരു ഐറ്റത്തിൻ്റെ എക്സിസ്റ്റൻസ് ഓഡിറ്റർ വെരിഫൈ ചെയ്യുന്നു. എങ്ങനെയാണ് വെരിഫൈ ചെയ്യുന്നത്? ഫിസിക്കൽ എക്സാമിനേഷനിലൂടെയാണ് വെരിഫൈ ചെയ്യുന്നത്. ഇതിനെയാണ് ഫിസിക്കൽ എക്സാമിനേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വണ്ണാണ് ടെസ്റ്റ് ചെക്കിംഗ് ഓർ ടെസ്റ്റിംഗ്. ഒരു ലാർജ് ബിസിനസ് ഓർഗനൈസേഷൻ ആണെങ്കിൽ അവിടെ ഒത്തിരി ട്രാൻസാക്ഷൻസ് ഉണ്ടായിരിക്കും. സോ ഈച്ച് ആൻഡ് എവറി ഐറ്റം ചെക്ക് ചെയ്യുക എന്നുള്ളത് ഇമ്പോസിബിൾ ആണ്. ഇവിടെ സാമ്പിൾസ് സെലക്ട് ചെയ്യും. റെപ്രസെൻറ്റേറ്റീവായിട്ട് സാമ്പിൾസ് സെലക്ട് ചെയ്യും. എന്നിട്ട് ഈ സാമ്പിൾസിനെ ടെസ്റ്റ് ചെയ്യുന്നു. എന്നിട്ടൊരു കൺക്ലൂഷൻ ഡ്രോ ചെയ്യുന്നു. ഇതിനെയാണ് ടെസ്റ്റ് ചെക്കിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വണ്ണാണ് സ്ക്രൂട്ടിനി ഓർ സ്കാനിങ്. സ്കാനിങ് ഈസ് എ ടെക്നിക് യൂസ്ഡ് ബൈ ദി ഓഡിറ്റർ ടു വെരിഫൈ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് വെരി ക്വിക്ക്ലി. വളരെ പെട്ടെന്ന് തന്നെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടി ഓഡിറ്റർ യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് സ്കാനിങ്. നെക്സ്റ്റ് വണ്ണാണ് വെരിഫിക്കേഷൻ ഓഫ് ദി പോസ്റ്റിംഗ്. നെക്സ്റ്റ് വണ്ണാണ് വെരിഫിക്കേഷൻ ഓഫ് ദി പോസ്റ്റിംഗ്. ലെഡ്ജർ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഐറ്റംസിനെ കറക്റ്റായിട്ട് ഓഡിറ്റർ വെരിഫൈ ചെയ്തിരിക്കണം. ഇതിനെയാണ് വെരിഫിക്കേഷൻ ഓഫ് പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വണ്ണാണ് എക്സ്റ്റൻഷൻ വെരിഫിക്കേഷൻ. ദിസ് ഈസ് എ ടെക്നിക് ഓഫ് മൾട്ടിപ്ലൈയിങ് 2 or more amounts ടു ടെസ്റ്റ് ദി accuracy ഓഫ് ടോട്ടൽ. ടോട്ടലിൻ്റെ accuracy ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി രണ്ടോ അതിലധികമോ എമൗണ്ട്സിനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന ടെക്നിക്കിനെയാണ് എക്സ്റ്റൻഷൻ വെരിഫിക്കേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വണ്ണാണ് എൻക്വയറി. ഇഫ് ദി ഓഡിറ്റർ ഈസ് നോട്ട് കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് വിത്ത് ദി ട്രാൻസാക്ഷൻ ഹി ക്യാൻ എൻക്വയർ വിത്ത് ദ റെസ്പോൺസിബിൾ ഒഫീഷ്യൽസ് ഓഫ് ദി ക്ലയൻറ്റ്. ഓഡിറ്ററിന് ട്രാൻസാക്ഷൻസിലൊന്നും കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ ഇല്ല എങ്കിൽ ഓഡിറ്ററിന് റെസ്പോൺസിബിൾ ഒഫീഷ്യൽസിനെ എൻക്വയർ ചെയ്യാം. നെക്സ്റ്റ് ടെക്നിക്കാണ് ഫ്ലോ ചാർട്ടിംഗ്. സെയിൽസ്, പ്രോഫിറ്റ്, പെർഫോമൻസ് ആർ റെപ്രസെൻറ്റഡ് ബൈ യൂസിങ് ഫ്ലോ ചാർട്ട് ടെക്നിക്സ്. ഫ്ലോ ചാർട്ട് ടെക്നിക്സ് യൂസ് ചെയ്തുകൊണ്ട് സെയിൽസ്, പ്രോഫിറ്റ്, പെർഫോമൻസ് ഇതൊക്കെ പ്രസൻറ്റ് ചെയ്യുന്നതിനെയാണ് ഫ്ലോ ചാർട്ടിംഗ് എന്ന് പറയുന്നത്. ഇവിടെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ്, റിസൾട്ടിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് ഇവിടെ ചെയ്യുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഓഡിറ്റിംഗ് പ്ലാനിംഗ്. പ്രീ അറേഞ്ചിങ് ആൻഡ് കോർഡിനേറ്റിംഗ് ദ വർക്ക് ഓഫ് ഓഡിറ്റ് ഓഫ് എ ക്ലയൻറ്റ് ഈസ് കോൾഡ് പ്ലാനിംഗ് ഓഫ് ഓഡിറ്റ്. എന്താണ് പ്ലാനിംഗ് ഓഫ് ഓഡിറ്റ്? ഒരു ക്ലയൻറ്റിൻ്റെ ഓഡിറ്റ് വർക്ക് പ്രീ അറേഞ്ച് ചെയ്യുകയും കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യുന്നതിനെയാണ് പ്ലാനിംഗ് ഓഫ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഒരു ക്ലയൻറ്റിൻ്റെ ഓഡിറ്റ് വർക്ക് പ്ലാൻ ചെയ്യുന്നതിനെയാണ് സിംപ്ലി പ്ലാനിംഗ് ഓഫ് ഓഡിറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് വാട്ട് പ്രിലിമിനറി സ്റ്റെപ്സ് ഷുഡ് ആൻ ഓഡിറ്റർ ടേക്ക് ബിഫോർ കമൻസ്മെൻറ്റ് ഓഫ് എ ന്യൂ ഓഡിറ്റ്. ഒരു പുതിയ ഓഡിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഒരു ഓഡിറ്റർ എന്തൊക്കെ പ്രിലിമിനറി സ്റ്റെപ്സ് ആണ് എടുക്കേണ്ടത്? അതായത് വളരെ സിമ്പിളായിട്ട് പറയുമ്പോൾ ഓഡിറ്റിൻ്റെ പ്രിലിമിനറി സ്റ്റെപ്സ് എന്തൊക്കെയാണ് അതാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. ഓഡിറ്റിൻ്റെ പ്രിലിമിനറി സ്റ്റെപ്സ് ആണ് ഇനി നമ്മൾ പഠിക്കുന്നത്. ഫസ്റ്റ് വൺ ആണ് ലെറ്റർ ഓഫ് അപ്പോയിൻമെൻറ്റ്. ഓഡിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഓഡിറ്റർക്ക് ലെറ്റർ ഓഫ് അപ്പോയിൻമെൻറ്റ് കിട്ടണം. ഒരു കമ്പനി ആണെങ്കിൽ കമ്പനീസ് ആക്ടിൻ്റെ പ്രൊവിഷൻസ് അനുസരിച്ചാണ് ലെറ്റർ ഓഫ് അപ്പോയിൻമെൻറ്റ് ഉണ്ടാവുക. ഇനി ഒരു ഓഡിറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് റിട്ടയറിംഗ് ഓഡിറ്ററിന് പകരമാണെങ്കിൽ റിട്ടയറിംഗ് ഓഡിറ്ററിൽ നിന്ന് കൺസെൻറ്റ് ലെറ്ററും ഓഡിറ്റർക്ക് കിട്ടിയിരിക്കണം. സെക്കൻഡ് സ്റ്റെപ്പാണ് ഓഡിറ്റ് എൻഗേജ്മെൻറ്റ് ലെറ്റർ ഓർ ലെറ്റർ ഓഫ് എൻഗേജ്മെൻറ്റ്. ആൻ ഓഡിറ്റേഴ്സ് എൻഗേജ്മെൻറ്റ് ലെറ്റർ ടു ഹിസ് ക്ലയൻറ്റ്
signifies confirmation of his acceptance of appointment as the auditor. ഒരു കമ്പനി ഓഡിറ്ററിന് ലെറ്റർ ഓഫ് അപ്പോയിൻമെൻറ്റ് കൊടുത്തു. ഈ ലെറ്റർ ഓഫ് അപ്പോയിൻമെൻറ്റ് ഓഡിറ്റർ ആക്സെപ്റ്റ് ചെയ്തു എങ്കിൽ ഒരു കൺഫർമേഷൻ ലെറ്റർ ക്ലയൻറ്റ് സ്റ്റാഫിന് ഓഡിറ്റർ കൊടുക്കണം. ഈ കൺഫർമേഷൻ ലെറ്ററാണ് ഓഡിറ്റ് എൻഗേജ്മെൻറ്റ് ലെറ്റർ അല്ലെങ്കിൽ ലെറ്റർ ഓഫ് എൻഗേജ്മെൻറ്റ് എന്ന് പറയുന്നത്. തേർഡ് സ്റ്റെപ്പാണ് സ്റ്റഡി നേച്ചർ, സ്കോപ്പ് ആൻഡ് ഡ്യൂട്ടീസ്. ഒരു ഓഡിറ്റർ അവരുടെ അപ്പോയിൻമെൻറ്റിൻ്റെ നേച്ചറും സ്കോപ്പും ഡ്യൂട്ടീസൊക്കെ നിർബന്ധമായിട്ടും ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതാണ് ഓഡിറ്റിൻ്റെ തേർഡ് പ്രിലിമിനറി സ്റ്റെപ്പ്. നെക്സ്റ്റ് സ്റ്റെപ്പാണ് അക്വയർ നോളജ് അബൌട്ട് ബിസിനസ് ആൻഡ് ഇറ്റ്സ് നേച്ചർ. ഒരു ഓഡിറ്റർ ബിസിനസ്സിൻ്റെ നേച്ചറിനെ പറ്റി മുഴുവനായും അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് സ്റ്റെപ്പാണ് വെരിഫിക്കേഷൻ ഓഫ് ലീഗൽ ഡോക്യുമെൻറ്റ്സ്. ഹീ ഷുഡ് സ്റ്റഡി ദി ലീഗൽ ഡോക്യുമെൻറ്റ്സ് pertaining to business such as memorandum of association, articles of association in the case of company. ഒരു ഓഡിറ്റർ ബിസിനസ്സിൻ്റെ ലീഗൽ ഡോക്യുമെൻറ്റ്സ് സ്റ്റഡി ചെയ്യണം. മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഇങ്ങനെയുള്ള ലീഗൽ ഡോക്യുമെൻറ്റ്സ് ഒരു ഓഡിറ്റർ സ്റ്റഡി ചെയ്യണം. നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഹി ഷുഡ് ഒബ്റ്റെയിൻ ദി ലിസ്റ്റ് ഓഫ് ഓൾ ബുക്സ് മെയിൻറ്റെയിൻഡ് ഇൻ ദി ഓഫീസ്. The auditor should obtain a list of all books maintained in the office together with the names of the keepers of such book with a specimen signature. Such a list should be duly attested by responsible official of the firm. ഓഫീസിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള എല്ലാ ബുക്സിൻ്റെയും ലിസ്റ്റ് ഓഡിറ്ററിന് കിട്ടിയിരിക്കണം. അതിൻ്റെ കൂടെ ബുക്ക് കീപ്പ് ചെയ്ത ആളുകളുടെ പേരും സിഗ്നേച്ചറും ഉണ്ടായിരിക്കണം. റെസ്പോൺസിബിൾ ഒഫീഷ്യൽ അറ്റസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം ഈ ലിസ്റ്റ്. നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഇഫ് ഇറ്റ് ഈസ് നോട്ട് എ ന്യൂ ഓഡിറ്റ്. ഇതൊരു പുതിയ ഓഡിറ്റ് അല്ല എന്നുണ്ടെങ്കിൽ പ്രീവിയസ് ഇയറിൽ ഓഡിറ്റ് ചെയ്ത ബാലൻസ് ഷീറ്റ് ഓഡിറ്ററിന് നിർബന്ധമായും കിട്ടിയിരിക്കണം. നെക്സ്റ്റ് സ്റ്റെപ്പാണ് എക്സാമിൻ അക്കൗണ്ടിംഗ് സിസ്റ്റം. ക്ലയൻറ്റ് എംപ്ലോയ് ചെയ്യുന്ന അക്കൗണ്ടിംഗ് സിസ്റ്റം ഓഡിറ്റർ നിർബന്ധമായും എക്സാമിൻ ചെയ്യണം. മാത്രമല്ല ഈ അക്കൗണ്ടിംഗ് സിസ്റ്റം ഓഡിറ്റർ ഫെമിലിയർ ആക്കുകയും വേണം. നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഇൻറ്റേർണൽ ചെക്ക് സിസ്റ്റം, കൺട്രോൾ സിസ്റ്റം. ഇൻറ്റേർണൽ ചെക്ക് സിസ്റ്റം നടക്കുകയാണെങ്കിൽ ഇൻറ്റേർണൽ ചെക്ക് സിസ്റ്റത്തിൻ്റെ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ഓഡിറ്ററിന് കിട്ടിയിരിക്കണം. നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഡ്യൂട്ടീസ് ഓഫ് മെമ്പേഴ്സ് ഓഫ് ദി ക്ലയൻറ്റ് സ്റ്റാഫ്. ക്ലയൻറ്റ് സ്റ്റാഫിൻ്റെ മെമ്പേഴ്സിൻ്റെ ഡ്യൂട്ടീസ് എക്സാമിൻ ചെയ്യണം. നെക്സ്റ്റ് സ്റ്റെപ്പാണ് ലിസ്റ്റ് ഓഫ് പ്രിൻസിപ്പൽ ഒഫീഷ്യൽസ്. പ്രിൻസിപ്പൽ ഓഫീസേഴ്സിൻ്റെ പേര് ഓഡിറ്റേഴ്സിന് കിട്ടിയിരിക്കണം. അതിൻ്റെ കൂടെ തന്നെ അവർ കൺട്രോൾ ചെയ്യുന്ന വർക്കും അവരുടെ അതോറിറ്റിയുടെ റേഞ്ചും നിർബന്ധമായും ഓഡിറ്ററിന് അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഇൻസ്ട്രക്ഷൻ ടു ദി ക്ലയൻറ്റ്. ഒരു ഓഡിറ്റർ അവരുടെ ക്ലയൻറ്റിന് ക്ലിയർ ഇൻസ്ട്രക്ഷൻസ് നിർബന്ധമായും ഇഷ്യൂ ചെയ്തിരിക്കണം. ബിസിനസ്സിൻ്റെ നേച്ചറിനെയും സൈസിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇൻസ്ട്രക്ഷൻ്റെ ഗ്രാവിറ്റി ഇരിക്കുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പാണ് പ്രിപ്പറേഷൻ ഓഫ് ആൻ ഓഡിറ്റ് പ്രോഗ്രാം. ആൻ ഓഡിറ്റ് പ്രോഗ്രാം ഈസ് എ ഡീറ്റെയിൽഡ് പ്ലാൻ ഓഫ് ഓഡിറ്റ് വർക്ക് ടു ബി പെർഫോംഡ് ബൈ ദി ഓഡിറ്റർ. ഒരു ഓഡിറ്റർ പെർഫോം ചെയ്യേണ്ട ഓഡിറ്റ് വർക്കിൻ്റെ ഡീറ്റെയിൽഡ് പ്ലാനാണ് ഓഡിറ്റ് പ്രോഗ്രാം. സോ ഓഡിറ്റ് പ്രോഗ്രാം പ്രിപ്പയർ ചെയ്തിരിക്കണം. നെക്സ്റ്റ് സ്റ്റെപ്പാണ് സിസ്റ്റം ഓഡിറ്റ്. സിസ്റ്റം ഓഡിറ്റ് ഈസ് ആൻ പ്രിലിമിനറി ഓഡിറ്റ് കണ്ടക്റ്റഡ് ബിഫോർ ദി കമൻസ്മെൻറ്റ് ഓഫ് ഒറിജിനൽ വർക്ക് ഓഫ് ഓഡിറ്റ്. ഒറിജിനൽ ഓഡിറ്റ് വർക്ക് തുടങ്ങുന്നതിന് മുൻപ് കണ്ടക്ട് ചെയ്യുന്ന പ്രിലിമിനറി ഓഡിറ്റിനെയാണ് സിസ്റ്റം ഓഡിറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓഡിറ്റ് വർക്ക്. ആഫ്റ്റർ പ്രിപ്പയറിംഗ് ഓഡിറ്റ് പ്രോഗ്രാം ദി ഓഡിറ്റർ ഡിവൈഡ്സ് the work amongst his assistant according to their experience, skill and qualification. ഓഡിറ്റ് പ്രോഗ്രാം പ്രിപ്പയർ ചെയ്തതിന് ശേഷം ഓഡിറ്റർ അവരുടെ അസിസ്റ്റൻസിന് ഓഡിറ്റ് വർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. അവരുടെ ക്വാളിഫിക്കേഷനും സ്കില്ലും എക്സ്പീരിയൻസും ഒക്കെ അനുസരിച്ചാണ് ഓഡിറ്റ് വർക്ക് ഡിവൈഡ് ചെയ്യേണ്ടത്. ലാസ്റ്റ് സ്റ്റെപ്പാണ് പ്രിപ്പറേഷൻ ആൻഡ് സബ്മിഷൻ ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട്.
Finally, the auditor submits the audit report in accordance with the agreement. എഗ്രിമെൻറ്റിനനുസരിച്ച് ഓഡിറ്റ് റിപ്പോർട്ട് ഓഡിറ്റർ സബ്മിറ്റ് ചെയ്യണം. ഇത് ലാസ്റ്റ് സ്റ്റെപ്പാണ്. പ്രിലിമിനറി സ്റ്റെപ്സ് ഓഫ് ഓഡിറ്റിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പാണിത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഓഡിറ്റ് നോട്ട്ബുക്ക് ഓർ ഓഡിറ്റ് മെമ്മോറണ്ടം. ഓഡിറ്റ് നോട്ട്ബുക്ക് ഓർ ഓഡിറ്റ് മെമ്മോറണ്ടം is the book kept by the audit clerk. It is a register or diary maintained by audit clerk during the course of audit. ഓഡിറ്റ് ക്ലർക്ക് കീപ്പ് ചെയ്യുന്ന ഒരു ബുക്കാണ് ഓഡിറ്റ് നോട്ട്ബുക്ക് അല്ലെങ്കിൽ ഓഡിറ്റ് മെമ്മോറണ്ടം. ഓഡിറ്റ് നടക്കുന്ന സമയത്ത് ഓഡിറ്റ് ക്ലർക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഡയറി അല്ലെങ്കിൽ ഒരു രജിസ്റ്ററാണ് ഓഡിറ്റ് നോട്ട്ബുക്ക് അല്ലെങ്കിൽ ഓഡിറ്റ് മെമ്മോറണ്ടം. Advantages of audit notebook. First one, it enables the auditor to record all important points which arise during the course of audit. ഓഡിറ്റ് നടക്കുന്ന സമയത്തുണ്ടാവുന്ന എല്ലാ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്സും റെക്കോർഡ് ചെയ്യാൻ ഓഡിറ്ററിനെ എനാബിൾ ചെയ്യുന്നു. സെക്കൻഡ് പോയിൻറ്റ്, ഇറ്റ് ആക്ട് ആസ് ഡോക്യുമെൻ്ററി എവിഡൻസ് ഇൻ ഫേവർ ഓഫ് ഓഡിറ്റർ ഇൻ ഫ്യൂച്ചർ. ഇതൊരു ഡോക്യുമെൻ്ററി എവിഡൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഫ്യൂച്ചറിലെ ഓഡിറ്ററിനെ ഹെൽപ്പ് ചെയ്തുകൊണ്ടുള്ള ഡോക്യുമെൻ്ററി എവിഡൻസ് ആയിട്ട് ഓഡിറ്റ് നോട്ട്ബുക്ക് ആക്ട് ചെയ്യുന്നു. നെക്സ്റ്റ് അഡ്വാൻറ്റേജ് ആണ് ഇറ്റ് ഹെൽപ്സ് ടു പ്രിപ്പയർ ഓഡിറ്റ് റിപ്പോർട്ട്. ഓഡിറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ, ഇറ്റ് ഈസ് എ ടൂൾ ടു മെഷർ ദി എഫിഷ്യൻസി ഓഫ് ഓഡിറ്റ് സ്റ്റാഫ്. ഓഡിറ്റ് സ്റ്റാഫിൻ്റെ എഫിഷ്യൻസി മെഷർ ചെയ്യാനുള്ളൊരു ടൂളാണ് ഓഡിറ്റ് നോട്ട്ബുക്ക്. ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഓഡിറ്റ് നോട്ട്ബുക്ക്. ഫസ്റ്റ് വൺ, ഇറ്റ് മേ ക്രിയേറ്റ് മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ബിറ്റ്വീൻ ദി ക്ലയൻറ്റ് സ്റ്റാഫ് ആൻഡ് ഓഡിറ്റ് സ്റ്റാഫ്. ഓഡിറ്റ് സ്റ്റാഫിൻ്റെയും ക്ലയൻറ്റ് സ്റ്റാഫിൻ്റെയും ഇടയ്ക്ക് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഇത് ക്രിയേറ്റ് ചെയ്യാം. സെക്കൻഡ് വൺ, ഇഫ് ദ ഓഡിറ്റ് നോട്ട്ബുക്ക് ഈസ് നോട്ട് പ്രോപ്പർലി ആൻഡ് കെയർഫുള്ളി പ്രിപ്പയർഡ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എവിഡൻസ് എഗെയിൻസ്റ്റ് ദി ഓഡിറ്റർ ഫോർ നെഗ്ലിജൻസ്. ഓഡിറ്റ് നോട്ട്ബുക്ക് കെയർഫുള്ളായും പ്രോപ്പറായും പ്രിപ്പയർ ചെയ്തിട്ടില്ല എങ്കിൽ ഇത് ഓഡിറ്ററിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ളൊരു എവിഡൻസായി യൂസ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജ് ആണ് ഇറ്റ് ഡെവലപ്സ് എ ഫാൾട്ട് ഫൈൻഡിങ് ആറ്റിറ്റ്യൂഡ് ഇൻ ദി മൈൻഡ്സ് ഓഫ് ദി ഓഡിറ്റ് സ്റ്റാഫ്. ഓഡിറ്റ് സ്റ്റാഫിൻ്റെ മൈൻഡിൽ ഒരു ഫാൾട്ട് ഫൈൻഡിങ് ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഡോക്യുമെൻറ്റേഷൻ. ദി ഓഡിറ്റർ ഷുഡ് കളക്ട് ആൻഡ് പ്രിസർവ് all documents relating a client and audit according to their importance or materiality. These documents include statements, notes, copy of minutes, etc. These documents are properly arranged and preserved carefully. These documents are the property of the auditor. Auditor ഓഡിറ്റുമായും ക്ലയൻറ്റുമായും റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഡോക്യുമെൻസും കളക്ട് ചെയ്യണം, പ്രിസർവ് ചെയ്യണം. ഇമ്പോർട്ടൻസും മെറ്റീരിയാലിറ്റിയും അനുസരിച്ചാണ് ഡോക്യുമെൻറ്റ്സ് കളക്ട് ചെയ്യേണ്ടത്. ഈ ഡോക്യുമെൻറ്റ്സിൽ നോട്ട്സ്, കോപ്പി ഓഫ് മിനിറ്റ്സ്, സ്റ്റേറ്റ്മെൻറ്റ്സ് ഇതൊക്കെ ഉണ്ടാകും. ഈ ഡോക്യുമെൻറ്റ്സൊക്കെ പ്രോപ്പറായി അറേഞ്ച് ചെയ്യണം, വളരെ കെയർഫുള്ളായി പ്രിസർവ് ചെയ്യണം. ഇതിനെയാണ് ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഈ ഡോക്യുമെൻറ്റ്സ് ഓഡിറ്ററിൻ്റെ പ്രോപ്പർട്ടിയാണ്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ് ഓർ ഓഡിറ്റ് ഫയൽസ്. നമ്മൾ പറഞ്ഞു ഓഡിറ്റർ ഓഡിറ്റുമായി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും കളക്ട് ചെയ്യുന്നുണ്ട്, പ്രിസർവ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ് ആ ഡോക്യുമെൻറ്റ്സ്? നോട്ട്സ്, മിനിറ്റ്സ്, സ്റ്റേറ്റ്മെൻറ്റ്സ് ഇതൊക്കെയാണ് ചില ഡോക്യുമെൻറ്റ്സ്. ഓഡിറ്റർ കളക്ട് ചെയ്യുന്ന ചില ഡോക്യുമെൻറ്റ്സ് ആണ് ഇവ. ഇതൊക്കെ പ്രോപ്പറായി അറേഞ്ച് ചെയ്യുകയും കെയർഫുള്ളി പ്രിസർവ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഈ പേപ്പേഴ്സ് ഓഡിറ്ററിൻ്റെ പ്രോപ്പർട്ടിയാണ്. ഇത് ഓഡിറ്റ് നടക്കുന്ന സമയത്ത് ഓഡിറ്ററിന് റെഫർ ചെയ്യാൻ ആവശ്യമുള്ള പേപ്പേഴ്സാണ്. ഈ ഫയൽസിനെ അല്ലെങ്കിൽ ഈ പേപ്പേഴ്സിനെയാണ് ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ് എന്ന് പറയുന്നത്. കണ്ടൻസ് ഓഫ് ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ്. ഓഡിറ്റർ പെർസീവ് ചെയ്യുന്ന വർക്കിംഗ് പേപ്പേഴ്സ് ഏതൊക്കെയാണ്? ട്രയൽ ബാലൻസ്, ഷെഡ്യൂൾ ഓഫ് ഡെപ്റ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ്, ഡിപ്രീസിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ്, ഷെഡ്യൂൾ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ്, ഡീറ്റെയിൽസ് ഓഫ് ക്യാഷ് ബാലൻസ് ചെക്ക്ഡ്, അഡ്ജസ്റ്റിംഗ് എൻട്രീസ് ഇതൊക്കെയാണ് ഓഡിറ്റർ പെർസീവ് ചെയ്യുന്ന വർക്കിംഗ് പേപ്പേഴ്സ്. ഇനി നമ്മൾ പഠിക്കുന്നത് പേർപ്പസ്, എയിം ഓർ അഡ്വാൻറ്റേജസ് ഓഫ് ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ്. ഫസ്റ്റ് വൺ, ദീസ് പേപ്പേഴ്സ് ആർ നെസസറി ടു പ്രിപ്പയർ ഓഡിറ്റ് റിപ്പോർട്ട്. ഓഡിറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നതിന് ഈ പേപ്പേഴ്സ് ആവശ്യമാണ്. സെക്കൻഡ് വൺ, ഇറ്റ് സെർവ് ആസ് എ ലിങ്ക് ബിറ്റ്വീൻ ഡോക്യുമെൻറ്റ് ആൻഡ് ഫൈനൽ റിപ്പോർട്ട്. ഡോക്യുമെൻറ്റിൻ്റെയും ഫൈനൽ റിപ്പോർട്ടിൻ്റെയും ഇടയ്ക്കുള്ള
ഒരു ലിങ്കായി സെർവ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ, ദേ സെർവ് ആസ് എ ഗൈഡ് ടു ദി ഓഡിറ്റർ ഇൻ സബ്സീക്വൻറ്റ് ഓഡിറ്റ്. ഓഡിറ്ററിന് സബ്സീക്വൻറ്റ് ഓഡിറ്റിനുള്ള ഒരു ഗൈഡായിട്ട് സെർവ് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ, വിത്ത് ദി ഹെൽപ്പ് ഓഫ് വർക്കിംഗ് പേപ്പേഴ്സ് ദി ഓഡിറ്റർ ക്യാൻ കോർഡിനേറ്റ് ആൻഡ് കൺട്രോൾ ദി ഓഡിറ്റ് വർക്ക് എഫിഷ്യൻ്റ്ലി. ഓഡിറ്റ് വർക്കിംഗ് പേപ്പറിൻ്റെ ഹെൽപ്പിൽ ഓഡിറ്ററിന് ഓഡിറ്റ് വർക്ക് എഫിഷ്യൻ്റായിട്ട് കോർഡിനേറ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും സാധിക്കും. നെക്സ്റ്റ് വൺ, ദി വർക്കിംഗ് പേപ്പർ വിൽ ഹെൽപ്പ് ദി ഓഡിറ്റർ to point out the weakness in internal control system in operation and inefficiency of accounting system. ഇത് ഓഡിറ്ററിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇൻറ്റേർണൽ കൺട്രോളിൻ്റെ വീക്ക്നെസ് പോയിൻ്റ് ഔട്ട് ചെയ്യാനും അക്കൗണ്ടിംഗ് സിസ്റ്റത്തിൻ്റെ ഇന്നെഫിഷ്യൻസി പോയിൻ്റ് ഔട്ട് ചെയ്യാനും. അക്കൗണ്ടിംഗ് സിസ്റ്റത്തിൻ്റെ ഇന്നെഫിഷ്യൻസിയും ഇൻറ്റേർണൽ കൺട്രോളിൻ്റെ ഇനി നമ്മൾ പഠിക്കുന്നത് ടൈപ്സ് ഓഫ് ഓഡിറ്റ് പേപ്പേഴ്സ് ഓർ ഓഡിറ്റ് ഫയൽസ്. ഓഡിറ്റ് പേപ്പേഴ്സിനെ അല്ലെങ്കിൽ ഓഡിറ്റ് ഫയൽസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് പെർമനൻറ്റ് ഫയൽ, രണ്ട് ആനുവൽ ഫയൽ ഓർ കറൻറ്റ് ഫയൽ. പെർമനൻറ്റ് ഫയൽ, ഇറ്റ് ഈസ് എ പെർമനൻറ്റ് ഓഡിറ്റ് ഫയൽ ഓഫ് ദി ക്ലയൻറ്റ്. ഇറ്റ് ഗിവ്സ് ബ്രീഫ് ഹിസ്റ്ററി ഓഫ് പ്രീവിയസ് ഓഡിറ്റ് ഓഫ് ദി ക്ലയൻറ്റ്. ദി വർക്കിംഗ് പേപ്പേഴ്സ് ആർ യൂസ്ഫുൾ ഫോർ കണ്ടക്ടിങ് ദി ഓഡിറ്റ് ഇയർ ആഫ്റ്റർ ഇയർ. എന്താണ് പെർമനൻറ്റ് ഫയൽ? ക്ലയൻറ്റിൻ്റെ പെർമനൻറ്റ് ഓഡിറ്റ് ഫയലാണ് പെർമനൻറ്റ് ഫയൽ. പ്രീവിയസ് ഓഡിറ്റിൻ്റെ ബ്രീഫ് ഹിസ്റ്ററി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പെർമനൻറ്റ് ഫയൽ. ഇത് ഓരോ വർഷവും ഓഡിറ്റ് കണ്ടക്ട് ചെയ്യാൻ വളരെയധികം യൂസ്ഫുൾ ആണ്. നെക്സ്റ്റ് വൺ ആണ് ആനുവൽ ഫയൽ ഓർ കറൻറ്റ് ഫയൽ. കറൻറ്റ് ഫയൽ കണ്ടെയ്ൻസ് ദ ഡീറ്റെയിൽസ് ഓഫ് കറൻറ്റ് ഇയർ ഓഡിറ്റ് പ്രോഗ്രാം. ഇറ്റ് ഫയൽസ് ഓൺലി കറൻറ്റ് ഇയേഴ്സ് ഇൻഫർമേഷൻ റിസീവ്ഡ് ഡ്യൂറിങ് ദി കോഴ്സ് ഓഫ് ഓഡിറ്റ്. എന്താണ് ആനുവൽ ഫയൽ ഓർ കറൻറ്റ് ഫയൽ? ഓഡിറ്റ് നടക്കുന്ന സമയത്ത് കിട്ടിയിട്ടുള്ള കറൻറ്റ് ഇയറിലെ ഇൻഫർമേഷൻസ് മാത്രമാണ് ഈ ഫയലിൽ ഉള്ളത്. സോ പെർമനൻറ്റ് ഓഡിറ്റ് ഫയൽ എന്ന് പറയുന്നത് പെർമനൻ്റ് ആയിട്ടുള്ള ഓഡിറ്റ് ഫയലാണ്. പ്രീവിയസ് ഓഡിറ്റിൻ്റെ ബ്രീഫ് ഹിസ്റ്ററി ഇതിലുണ്ടായിരിക്കും. ഓരോ വർഷവും ഓഡിറ്റ് കണ്ടക്ട് ചെയ്യാൻ ഇത് യൂസ്ഫുൾ ആണ്. ആനുവൽ ഫയൽ അല്ലെങ്കിൽ കറൻറ്റ് ഫയൽ എന്ന് പറയുന്നത് കറൻറ്റ് ഇയറിലെ ഓഡിറ്റിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് മാത്രമാണ് ഈ ഫയലിലുള്ളത്. കറൻറ്റ് ഇയറിലെ ഓഡിറ്റിംഗ് സമയത്ത് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻസ് മാത്രമാണ് ഈ ഫയലിൽ ഉള്ളത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഓഡിറ്റ് പ്രോഗ്രാം. An audit program is a written and predetermined plan of action for conducting an audit. It is an action plan containing exact details in regards to the conduct of a particular audit. കണ്ടക്ട് ചെയ്യാൻ പോകുന്ന ഓഡിറ്റിൻ്റെ പ്രീ ഡീറ്റർമിൻഡ് ആൻഡ് റിട്ടേൺ ആക്ഷൻ പ്ലാനാണ് ഓഡിറ്റ് പ്രോഗ്രാം. ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് മുൻകൂട്ടി തീരുമാനിച്ച് എഴുതി തയ്യാറാക്കിയ ഒരു ആക്ഷൻ പ്ലാനാണ്. എന്തിൻ്റെ ആക്ഷൻ പ്ലാനാണ്? കണ്ടക്ട് ചെയ്യാൻ പോകുന്ന ഓഡിറ്റിൻ്റെ ആക്ഷൻ പ്ലാനാണ് ഓഡിറ്റ് പ്രോഗ്രാം. ഈ ആക്ഷൻ പ്ലാനിൽ കണ്ടക്ട് ചെയ്യാൻ പോകുന്ന പെർട്ടിക്കുലർ ഓഡിറ്റിൻ്റെ എക്സാക്റ്റ് ഡീറ്റെയിൽസ് കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട്. രണ്ട് തരത്തിൽ ഓഡിറ്റ് പ്രോഗ്രാം ഉണ്ട്. ഫസ്റ്റ് വൺ ഫിക്സഡ് ഓഡിറ്റ് പ്രോഗ്രാം. ഇതിനെ പ്രീ ഡീറ്റർമിൻഡ് എന്നും പ്ലാൻഡ് എന്നും ടൈലർ മെയ്ഡ് എന്നും പറയുന്നുണ്ട്. സെക്കൻഡ് വൺ ഫ്ലെക്സിബിൾ ഓഡിറ്റ് പ്രോഗ്രാം. ഇതിനെ സ്കെലേറ്റൺ എന്നും പ്രോഗ്രസീവ് ഓഡിറ്റ് പ്രോഗ്രാം എന്നും പറയുന്നുണ്ട്. ഫിക്സഡ് ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് പ്രീ പ്ലാൻഡ് ആൻഡ് ഡീറ്റെയിൽഡ് പ്രോഗ്രാം ഓഫ് ഓഡിറ്റ് ആണ്. ഫ്ലെക്സിബിൾ ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് മോർ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ഓഡിറ്റ് പ്രോഗ്രാമാണ്. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് അഡ്വാൻറ്റേജസ് ഓർ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓഡിറ്റ് പ്രോഗ്രാം. ഫസ്റ്റ് വൺ, ഇറ്റ് ഡിഫൈൻസ് ഡ്യൂട്ടീസ് ഓഫ് ക്ലർക്സ് ക്ലിയർലി. ക്ലർക്കിൻ്റെ ഡ്യൂട്ടീസ് ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. സെക്കൻഡ് വൺ, ടു നോ ദി വോളിയം ഓഫ് വർക്ക് ഡൺ ഏർലിയർ. മുന്നേ ചെയ്ത വർക്കിൻ്റെ വോളിയം അറിയാൻ സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ, ഓഡിറ്റ് പ്രോഗ്രാം ഫിക്സസ് റെസ്പോൺസിബിലിറ്റി ഓഫ് ഓഡിറ്റ് സ്റ്റാഫ്. ഓഡിറ്റ് സ്റ്റാഫിൻ്റെ റെസ്പോൺസിബിലിറ്റി ഓഡിറ്റ് പ്രോഗ്രാം ഫിക്സ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ, ഇറ്റ് സെർവ് ആസ് എ ഗൈഡ് ഫോർ ഓഡിറ്റ് ഇൻ ഫ്യൂച്ചർ. ഫ്യൂച്ചറിലെ ഓഡിറ്റിനൊരു ഗൈഡായിട്ട് സെർവ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ, ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ടു ദി ന്യൂ ഓഡിറ്റ് സ്റ്റാഫ്. പുതിയ ഓഡിറ്റ് സ്റ്റാഫിന് ഇത് ഹെൽപ്പ് ആവുന്നുണ്ട്. നെക്സ്റ്റ് വൺ, ടൈംലി കംപ്ലീഷൻ ഓഫ് ഓഡിറ്റ്. ഓഡിറ്റ് ടൈംലി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നെക്സ്റ്റ് വൺ, ഇഫക്റ്റീവ് കൺട്രോൾ ഓവർ ഓഡിറ്റ് സ്റ്റാഫ്. ഓഡിറ്റ് സ്റ്റാഫിൻ്റെ മേലെ ഇഫക്റ്റീവ് കൺട്രോൾ സാധ്യമാവുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഓഡിറ്റ് പ്രോഗ്രാം. ഫസ്റ്റ് വൺ, ഇറ്റ് മേക്സ് ഓഡിറ്റ് വർക്ക് മെക്കാനിക്കൽ ആൻഡ് സ്റ്റീരിയോ ടൈപ്പ്. ഇത് ഓഡിറ്റ് വർക്ക് മെക്കാനിക്കലും സ്റ്റീരിയോ ടൈപ്പുമാക്കി മാറ്റുന്നുണ്ട്. നെക്സ്റ്റ് വൺ, ഔട്ട് ഓഫ് ഡാറ്റ ആൻഡ് യൂസ്ലെസ്.
ഓഡിറ്റ് പ്രോഗ്രാം ഫിക്സ്ഡ് ആണെങ്കിൽ, അതായത് ഒരു ഫിക്സഡ് ഓഡിറ്റ് പ്രോഗ്രാമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഔട്ട് ഓഫ് ഡാറ്റ ആൻഡ് യൂസ്ലെസ് വരാനുള്ള സാധ്യതയുണ്ട്. ഇത് ഓഡിറ്റിൻ്റെ ഇഫക്റ്റീവ്നെസ് കുറയ്ക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ, നോ ചാൻസ് ടു യൂസ് ഇൻ്റലിജൻസ്. ഇൻ്റലിജൻസ് യൂസ് ചെയ്യാനുള്ളൊരു ചാൻസ് ഇവിടെ ഇല്ല. നെക്സ്റ്റ് വൺ, അണാബിൾ ടു കവർ ഓൾ പോയിൻറ്റ്. എല്ലാ പോയിൻറ്റും കവർ ചെയ്യാൻ സാധിക്കുന്നില്ല. നെക്സ്റ്റ് വൺ, നോട്ട് സ്യൂട്ടബിൾ ടു ഓൾ ടൈപ്പ് ഓഫ് ഫേം. എല്ലാ ടൈപ്പ് ഓഫ് ഫേമിനും ഇത് സ്യൂട്ടബിൾ അല്ല. നെക്സ്റ്റ് ടോപ്പിക്കാണ് ടിക്ക് മാർക്സ്. ഡ്യൂറിങ് ദ പെർഫോമൻസ് ഓഫ് ഓഡിറ്റ് വർക്ക്, an auditor uses different types of marks or symbols to indicate the work that has been done. These identification marks or symbols used are known as ticks. ഓഡിറ്റ് വർക്ക് പെർഫോം ചെയ്യുമ്പോൾ ഓഡിറ്റർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാർക്സും സിമ്പിൾസും ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. ചെയ്ത വർക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ മാർക്സും സിമ്പിൾസും ഒക്കെ യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ യൂസ് ചെയ്യുന്ന ഐഡൻറ്റിഫിക്കേഷൻ മാർക്സിനെയും സിമ്പിൾസിനെയുമാണ് ടിക്സ് എന്ന് പറയുന്നത്. ടിക്ക് മാർക്സ് യൂണിഫോം അല്ല, പക്ഷേ ടിക്ക് മാർക്സ് സിമ്പിളായിരിക്കണം, സ്മോൾ ആയിരിക്കണം, ക്ലിയർ ആയിരിക്കണം. നെക്സ്റ്റ് ടോപ്പിക്കാണ് ടെസ്റ്റ് ചെക്കിംഗ്. ടെസ്റ്റ് ചെക്കിംഗ് ഈസ് എ സാമ്പിൾ ചെക്കിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് ഇൻ എ ഫേം. ദിസ് മെത്തേഡ് ഈസ് ലാർജ്ലി അഡോപ്റ്റഡ് ഇൻ ഓഡിറ്റിംഗ്. ടെസ്റ്റ് ചെക്കിംഗ് ഈസ് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻസ്റ്റെഡ് ഓഫ് ഡീറ്റെയിൽഡ് ഓഡിറ്റിംഗ്. എന്താണ് ടെസ്റ്റ് ചെക്കിംഗ്? ഒരു ഫേമിൻ്റെ ട്രാൻസാക്ഷൻസിൻ്റെ സാമ്പിൾ ചെക്കിംഗ് ആണ് ടെസ്റ്റ് ചെക്കിംഗ്. ഈ മെത്തേഡ് കൂടുതലായും അഡോപ്റ്റ് ചെയ്യുന്നത് ഓഡിറ്റിങ്ങിലാണ്. ഡീറ്റെയിൽഡ് ചെക്കിങ്ങിന് പകരം ചെയ്യുന്ന സബ്സ്റ്റിറ്റ്യൂട്ടാണ് ടെസ്റ്റ് ചെക്കിംഗ്. ഡീറ്റെയിൽഡ് ചെക്കിംഗ് ചെയ്യാതെ അതിന് പകരമായി ചെയ്യുന്നതാണ് ടെസ്റ്റ് ചെക്കിംഗ്. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് റൂട്ടീൻ ചെക്കിംഗ്. ദ റൂട്ടീൻ ചെക്കിംഗ് ഈസ് എ പാർട്ട് ഓഫ് വൗച്ചിങ് വിച്ച് ഈസ് എസെൻഷ്യൽ വർക്ക് ഓഫ് ആൻ ഓഡിറ്റ്. The routine checking is usually done by frontline audit staff, that is junior clerks in the audit team. റൂട്ടീൻ ചെക്കിംഗ് എന്ന് പറയുന്നത് വൗച്ചിങ്ങിൻ്റെ ഒരു പാർട്ടാണ്. ഓഡിറ്റിൻ്റെ എസെൻഷ്യൽ വർക്കായിട്ടുള്ള വൗച്ചിങ്ങിൻ്റെ പാർട്ടാണ് റൂട്ടീൻ ചെക്കിംഗ്. റൂട്ടീൻ ചെക്കിംഗ് സാധാരണയായി ചെയ്യാറുള്ളത് ഓഡിറ്റ് സ്റ്റാഫാണ്, ഫ്രണ്ട് ലൈൻ ഓഡിറ്റ് സ്റ്റാഫാണ്. ഫ്രണ്ട് ലൈൻ ഓഡിറ്റ് സ്റ്റാഫ് എന്ന് പറയുന്നത് ജൂനിയർ ക്ലർക്കിനെയാണ്. ഓഡിറ്റ് ടീമിലെ ജൂനിയർ ക്ലർക്കിനെയാണ് ഫ്രണ്ട് ലൈൻ ഓഡിറ്റ് സ്റ്റാഫ് എന്ന് പറയുന്നത്. ഈ ഫ്രണ്ട് ലൈൻ ഓഡിറ്റ് സ്റ്റാഫാണ് റൂട്ടീൻ ചെക്കിംഗ് സാധാരണയായും ചെയ്യാറുള്ളത്. റൂട്ടീൻ മാനറിൽ ലെഡ്ജറിലെയും സബ്സിഡിയറി ബുക്സിലെയും ഒക്കെ പോസ്റ്റിങ്ങും കാസ്റ്റിങ്ങും ഒക്കെ ചെക്ക് ചെയ്യുന്നതിനെയാണ് റൂട്ടീൻ ചെക്കിംഗ് എന്ന് പറയുന്നത്. എന്താണ് റൂട്ടീൻ ചെക്കിംഗ്? ഓഡിറ്റർ റൂട്ടീൻ മാനറിൽ ലെഡ്ജറിലെയും സബ്സിഡിയറി ബുക്സിലെയും ഒക്കെ പോസ്റ്റിങ്ങും കാസ്റ്റിങ്ങും ഒക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ചെക്ക് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് റൂട്ടീൻ ചെക്കിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് സർപ്രൈസ് ചെക്സ്. സർപ്രൈസ് ചെക്ക് ഈസ് എ ടെക്നിക് യൂസ്ഡ് ബൈ ആൻ ഓഡിറ്റർ. ഹി പേസ് സർപ്രൈസ് വിസിറ്റ് ടു ഹിസ് ക്ലയൻറ്റ് ഓഫീസ് ആൻഡ് മേക്ക് സർപ്രൈസ് ചെക്കിംഗ് ഓൺ സർട്ടൻ ഇമ്പോർട്ടൻറ്റ് ഐറ്റംസ്. ഓഡിറ്റർ യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് സർപ്രൈസ് ചെക്ക്. ഓഡിറ്റർ ക്ലയൻറ്റ് ഓഫീസിൽ സർപ്രൈസ് വിസിറ്റ് ചെയ്യുകയും ഇമ്പോർട്ടൻറ്റ് ഐറ്റംസിൻ്റെ മേൽ സർപ്രൈസ് ചെക്കിംഗ് ചെയ്യുകയും ചെയ്യുന്നു. ഇങ്ങനെ നോട്ടീസ് ചെയ്യാതെ സർപ്രൈസ് വിസിറ്റ് ചെയ്യുകയും സർപ്രൈസ് ചെക്കിംഗ് ചെയ്യുകയും ചെയ്യുന്നതിനെയാണ് സർപ്രൈസ് ചെക്ക് എന്ന് പറയുന്നത്. അതായത് ഓഡിറ്റർ നോട്ടീസ് ചെയ്യാതെ ക്ലയൻറ്റിൻ്റെ ഓഫീസിൽ സർപ്രൈസ് വിസിറ്റ് ചെയ്യുകയും അവിടെയുള്ള ഇമ്പോർട്ടൻറ്റ് ഐറ്റംസിൻ്റെ മേൽ സർപ്രൈസ് ചെക്കിംഗ് ചെയ്യുകയും ചെയ്യുന്നതിനെയാണ് സർപ്രൈസ് ചെക്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പഠിക്കുന്ന ടോപ്പിക്കാണ് ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ. ഓഡിറ്റ് മേ ബി ക്ലാസിഫൈഡ് ഇൻ ടു 5 categories. ഏതൊക്കെയാണവ? ഫസ്റ്റ് വൺ, ഓഡിറ്റ് ഓൺ ദ ബേസിസ് ഓഫ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഓഫ് ദ ബിസിനസ്. സെക്കൻഡ് വൺ, ക്ലാസിഫിക്കേഷൻ ഓഫ് ഓഡിറ്റ് ഓൺ ദ ബേസിസ് ഓഫ് ഡിഗ്രി ഓഫ് ഇൻഡിപെൻഡൻസ്. നെക്സ്റ്റ് വൺ, ക്ലാസിഫിക്കേഷൻ ഓഫ് ഓഡിറ്റ് ഓൺ ദ ബേസിസ് ഓഫ് കണ്ടക്ട് ഓഫ് ഓഡിറ്റ്. ഫോർത്ത് വൺ, ക്ലാസിഫിക്കേഷൻ ഓഫ് ഓഡിറ്റ് ഫോർ സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ്. ആൻഡ് ലാസ്റ്റ് വൺ, ന്യൂ ജനറേഷൻ ഓഡിറ്റ്സ്. നമ്മൾ പറഞ്ഞു ഓഡിറ്റിനെ 5 കാറ്റഗറീസായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ക്ലാസിഫിക്കേഷനാണ് ഓഡിറ്റ് ഓൺ ദി ബേസിസ് ഓഫ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഓഫ് ദി ബിസിനസ്. ബിസിനസ്സിൻ്റെ ഓർഗനൈസേഷണൽ സ്ട്രക്ചറിൻ്റെ ബേസിസിലുള്ള ക്ലാസിഫിക്കേഷൻ. ഇതിനെ 2ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ബിസിനസ്സിൻ്റെ ഓർഗനൈസേഷണൽ സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ടുള്ള ഓഡിറ്റ് ക്ലാസിഫിക്കേഷനെ 2ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്, 2 നോൺ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്. സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റിനെ എഗെയിൻ
4ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 1 കമ്പനി ഓഡിറ്റ്, 2 ഓഡിറ്റ് ഓഫ് ട്രസ്റ്റ്, 3 ഓഡിറ്റ് ഓഫ് അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, 4 ഓഡിറ്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. നോൺ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റിനെ 2ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 1 പ്രൈവറ്റ് ഓഡിറ്റ്, 2 ഗവൺമെൻറ് ഓഡിറ്റ്. പ്രൈവറ്റ് ഓഡിറ്റിനെ എഗെയിൻ 4ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 1 സോൾ ട്രേഡർ, 2 പാർട്ട്ണർഷിപ്പ്, 3 ഇൻഡിവിജ്വൽ, 4 ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഗവൺമെൻറ് ഓഡിറ്റിനെ 2ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 1 ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് ഓഫീസ്, 2 ഗവൺമെൻറ് കമ്പനീസ് ആൻഡ് കോർപ്പറേഷൻസ്. ഓൺ ദി ബേസിസ് ഓഫ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്ന ഫസ്റ്റ് ക്ലാസിഫിക്കേഷനാണ് നമ്മൾ പഠിക്കുന്നത്. ഇതിൽ നമ്മൾ ആദ്യമായി പഠിക്കുന്നത് ഫസ്റ്റ് ഡിവിഷനായിട്ടുള്ള സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റാണ്. ഓർഗനൈസേഷണൽ സ്ട്രക്ചറിൻ്റെ ബേസിസിലുള്ള ഓഡിറ്റിൻ്റെ ഫസ്റ്റ് ഡിവിഷനായിട്ടുള്ള സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എന്താണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. സർട്ടൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് എൻ്റർപ്രൈസസ് ആർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ സ്റ്റാറ്റ്യൂട്ട്സ്. ചില ഇൻസ്റ്റിറ്റ്യൂഷൻസും അതുപോലെ തന്നെ എൻ്റർപ്രൈസസും ഒക്കെ സ്റ്റാറ്റ്യൂട്ട്സ് വഴിയാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അതായത് ഡിഫറെൻറ്റ് ലോസ് ആണ് ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയൊക്കെ ഗവേൺ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും എൻ്റർപ്രൈസസിനെയൊക്കെ ഗവേൺ ചെയ്യുന്നത് ഡിഫറെൻറ്റ് ലോസ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ് കമ്പനീസ് ആക്ടിൻ്റെ അണ്ടറിലാണ് ഫോം ചെയ്തിട്ടുള്ളത്. കമ്പനീസ് ആക്റ്റാണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയെ ഗവേൺ ചെയ്യുന്നത്. അതുപോലെ തന്നെ ബാങ്കിങ് കമ്പനീസ് ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൻ്റെ അണ്ടറിലാണ് ഫോം ചെയ്തിട്ടുള്ളത്. സോ ബാങ്കിങ് കമ്പനീസിനെ ഗവേൺ ചെയ്യുന്നത് ബാങ്കിങ് റെഗുലേഷൻ ആക്റ്റാണ്. സ്റ്റാറ്റ്യൂട്ട് വഴി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഓഡിറ്റ് കമ്പൽസറിയാണ്. ലോയുടെ അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടിൻ്റെ പ്രൊവിഷൻസ് അനുസരിച്ചാണ് ഇവിടെ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യാറുള്ളത്. സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റിനെ 4ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അതിലെ ഫസ്റ്റ് ഡിവിഷനാണ് കമ്പനി ഓഡിറ്റ്. ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഓഡിറ്റിനെയാണ് കമ്പനി ഓഡിറ്റ് എന്ന് പറയുന്നത്. ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഓഡിറ്റ് കമ്പൽസറിയാണ്. കമ്പനീസ് ആക്ടിൻ്റെ അണ്ടറിലാണ് ഇവിടുത്തെ ഓഡിറ്റ് നടക്കുന്നത്. കമ്പനീസ് ആക്ടിൻ്റെ പ്രൊവിഷൻസ് അനുസരിച്ചാണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഓഡിറ്റ് നടക്കുന്നത്. സെക്കൻഡ് ഡിവിഷനാണ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റിൻ്റെ സെക്കൻഡ് ഡിവിഷനാണ് ഓഡിറ്റ് ഓഫ് ട്രസ്റ്റ് അക്കൗണ്ട്സ്. എന്തിനാണ് ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്? ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് വിഡോസ്, മൈനേഴ്സ് ഇവരുടെയൊക്കെ ബെനിഫിറ്റിന് വേണ്ടി, അല്ലെങ്കിൽ ഹെൽപ്ലെസ് ആയിട്ടുള്ള വീക്കർ ആയിട്ടുള്ള പേഴ്സൺസിൻ്റെ ബെനിഫിറ്റ്സിന് വേണ്ടിയൊക്കെയാണ്. ട്രസ്റ്റ് ഡീഡിലൂടെയാണ് ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ട്രസ്റ്റിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ട്രസ്റ്റീസാണ്. ചിലപ്പോഴൊക്കെ ട്രസ്റ്റീസ് വിൽഫുള്ളിയോ അല്ലാതെയോ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ മാനിപ്പുലേഷൻസ് വരുത്താം. അതായത് ട്രസ്റ്റീസ് അറിയാതെയോ അറിഞ്ഞുകൊണ്ടോ ഒക്കെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ മാനിപ്പുലേഷൻസ് വരാം. ഇങ്ങനെ മാനിപ്പുലേഷൻസ് വരുമ്പോൾ അത് ബെനഫിഷ്യറീസിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. സോ ഇവിടെ ഒരു ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുക എന്നുള്ളത് അനിവാര്യമാണ്. സോ ട്രസ്റ്റിൻ്റെ ഓഡിറ്റ് കമ്പൽസറി ആയിട്ടുള്ള കാര്യമാണ്. ബോംബെ പബ്ലിക് ട്രസ്റ്റ് ആക്ട് 1950 അനുസരിച്ച് ട്രസ്റ്റിൻ്റെ ഓഡിറ്റ് കമ്പൽസറിയാണ്. തേർഡ് ഡിവിഷനാണ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ഓഫ് അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ചില കോർപ്പറേറ്റ് ബോഡീസ് സ്റ്റാറ്റ്യൂട്ടിൻ്റെ അണ്ടറിലാണ് ഫോം ചെയ്യുന്നത്. ഇലക്ട്രിസിറ്റി സപ്ലൈ കമ്പനീസ്, അതുപോലെ തന്നെ ബാങ്കിങ് കമ്പനീസൊക്കെയാണ് ഇതിൻ്റെ എക്സാമ്പിൾ. ഇങ്ങനെയുള്ള കോർപ്പറേറ്റ്സിൻ്റെ ഓഡിറ്റ് കമ്പൽസറിയാണ്. ഫോർത്ത് ഡിവിഷനാണ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൻ്റെ അണ്ടറിൽ ഫോം ചെയ്തിട്ടുള്ള സൊസൈറ്റീസാണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. അല്ലെങ്കിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്യുന്നത് ഏത് ആക്ടിലാണ്? കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിലാണ് ഫോം ചെയ്യുന്നത്. കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ഓഡിറ്റ് കമ്പൽസറിയാണ്. രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ഓഡിറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഓർഗനൈസേഷണൽ സ്ട്രക്ചറിൻ്റെ ബേസിസിലുള്ള ഓഡിറ്റ് ക്ലാസിഫിക്കേഷനാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് മെയിൻ ഡിവിഷനായിട്ടുള്ള സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റിൻ്റെ അണ്ടറിലുള്ള ഡിവിഷൻസും പഠിച്ചു കഴിഞ്ഞു. ഇനി സെക്കൻഡ് മെയിൻ ഡിവിഷനായിട്ടുള്ള നോൺ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റും അതിൻ്റെ അണ്ടറിൽ വരുന്ന ഡിവിഷൻസുമാണ് പഠിക്കാൻ പോകുന്നത്. നോൺ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് കമ്പൽസറി അല്ല, നിർബന്ധമില്ല ഇവിടെ ഓഡിറ്റ് ചെയ്യണമെന്നുള്ളത്. നോൺ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റിനെ 2ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 1 പ്രൈവറ്റ് ഓഡിറ്റ്, 2 ഗവൺമെൻറ് ഓഡിറ്റ്. പ്രൈവറ്റ് ഓഡിറ്റ് എന്താണെന്ന് നോക്കാം. Private audit refers to the audit of accounts of private business enterprises such as sole trader, partnership firm, private individuals, etc. It is not compulsory to audit the accounts of private enterprises, but it is left to the discretion of the owner. Private business enterprises in the accounts in the audit ആണ് പ്രൈവറ്റ് ഓഡിറ്റ്.
പ്രൈവറ്റ് എൻ്റർപ്രൈസസ് ഏതൊക്കെയാണ്? സോൾ ട്രേഡർ, പാർട്ട്ണർഷിപ്പ് ഫേം, പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ്. ഇതൊക്കെയാണ് പ്രൈവറ്റ് ബിസിനസ് എൻ്റർപ്രൈസസ്. ഇവയുടെ ഓഡിറ്റ് കമ്പൽസറി അല്ല, പക്ഷേ ഓണർക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ഓഡിറ്റ് ചെയ്യാവുന്നതാണ്. പ്രൈവറ്റ് ഓഡിറ്റ് 4 തരത്തിലുണ്ട്. 1. പ്രൈവറ്റ് ഓഡിറ്റ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് സോൾ ട്രേഡർ. 2. പ്രൈവറ്റ് ഓഡിറ്റ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് പാർട്ട്ണർഷിപ്പ്. 3. പ്രൈവറ്റ് ഓഡിറ്റ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് ഇൻഡിവിജ്വൽസ്. ആൻഡ് ലാസ്റ്റ് വൺ ഓഡിറ്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഫസ്റ്റ് വൺ ആണ് പ്രൈവറ്റ് ഓഡിറ്റ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് സോൾ ട്രേഡേഴ്സ്. ഒരു സോൾ ട്രേഡർ ഓഡിറ്റ് ചെയ്യുക എന്നുള്ളത് കമ്പൽസറി അല്ല, ഓപ്ഷണലാണ്. ഇനി ഓഡിറ്റ് കണ്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സോൾ ട്രേഡർ ഒരു എഗ്രിമെൻറ്റിലാണ് ഓഡിറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഒരു എഗ്രിമെൻറ്റിൻ്റെ അണ്ടറിലാണ് സോൾ ട്രേഡർ ഓഡിറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഈ എഗ്രിമെൻ്റ് അനുസരിച്ച് ക്ലയൻറ്റ് ക്ലിയർ ഇൻസ്ട്രക്ഷൻസ് റിട്ടൺ ഫോമിൽ ഓഡിറ്ററിന് പ്രൊവൈഡ് ചെയ്യണം. എന്താണോ ഓഡിറ്റർ ചെയ്യണമെന്ന് ക്ലയൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ആ കാര്യങ്ങളാണ് ഇൻസ്ട്രക്ഷനായിട്ട് ഉണ്ടാവേണ്ടത്. സെക്കൻഡ് വണ്ണാണ് പ്രൈവറ്റ് ഓഡിറ്റ് അക്കൗണ്ട്സ് ഓഫ് പാർട്ട്ണർഷിപ്പ്. പാർട്ട്ണർഷിപ്പിൻ്റെ അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യുക എന്നുള്ളത് കമ്പൽസറി അല്ല, ഇത് ഓപ്ഷണലാണ്. പാർട്ട്നേഴ്സിന് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഓഡിറ്റ് നടത്താം. ഒരു ക്വാളിഫൈഡ് ഓഡിറ്റർ ഫേമിൻ്റെ അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യുന്നത് നല്ലതാണ്. ഇത് പാർട്ട്നേഴ്സ് തമ്മിലുള്ള ഫ്യൂച്ചർ ഡിസ്പ്യൂട്ട് അവോയ്ഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വണ്ണാണ് പ്രൈവറ്റ് ഓഡിറ്റ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് അതർ ഇൻഡിവിജ്വൽ. അതർ ഇൻഡിവിജ്വൽ എന്ന കാറ്റഗറിയിൽ വരുന്നത് ബിസിനസ് മാൻ അല്ലാത്തവരാണ്. ഇവർ ബിസിനസ് മാൻ അല്ല, പക്ഷേ ഇവർക്ക് ഒരുപാട് ബിൽഡിങ്സ് ഉണ്ടായിരിക്കും, ഒരുപാട് എസ്റ്റേറ്റ് ഒക്കെ ഉണ്ടായിരിക്കും. അങ്ങനെ എസ്റ്റേറ്റിൻ്റെയും ബിൽഡിങ്സിൻ്റെയൊക്കെ ഓണേഴ്സിനെയാണ് അതർ ഇൻഡിവിജ്വൽസ് എന്ന കാറ്റഗറിയിൽ പെടുത്തുന്നത്. ലാർജ് ഇൻകവും ഹ്യൂജ് എക്സ്പെൻഡിച്ചറും ഇവർക്കുണ്ടായിരിക്കും. ഇവരുടെ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത് പെയ്ഡ് എംപ്ലോയീസ് ആണ്. നെക്സ്റ്റ് വണ്ണാണ് ഓഡിറ്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് നോൺ പ്രോഫിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനെയാണ്. ദർ ആർ സർട്ടൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വർക്കിംഗ് നോട്ട് ഫോർ എനി പ്രോഫിറ്റ്സ്. ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഉണ്ട്, അവർ വർക്ക് ചെയ്യുന്നത് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ വേണ്ടിയല്ല. അതിന് എക്സാമ്പിളാണ് സ്കൂൾ, കോളേജ്, അതുപോലെ തന്നെ ക്ലബ്ബ്, ലൈബ്രറി, ഹോസ്പിറ്റൽ. ഇതൊക്കെ ഇവർക്ക് ലാർജ് റെസിപ്റ്റും ലാർജ് എക്സ്പെൻഡിച്ചറും ഉണ്ടായിരിക്കും. ഇവിടുത്തെ ഓഡിറ്റ് കമ്പൽസറി അല്ല, പക്ഷേ ബുക്സ് ആൻഡ് അക്കൗണ്ട്സ് ഒക്കെ പ്രോപ്പറായിട്ടാണോ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്ന് ഉറപ്പുവരുത്താൻ ഓഡിറ്റ് നടത്തുന്നത് നല്ലതാണ്. നോൺ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റിനെ 2ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. പ്രൈവറ്റ് ഓഡിറ്റ്, ഗവൺമെൻറ് ഓഡിറ്റ്. അതിൽ പ്രൈവറ്റ് ഓഡിറ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി പഠിക്കുന്നതാണ് ഗവൺമെൻറ് ഓഡിറ്റ്. ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഓഫീസേഴ്സിൻ്റെയും അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യുന്നതിനെയാണ് ഗവൺമെൻറ് ഓഡിറ്റ് എന്ന് പറയുന്നത്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ CAG ആണ് ഗവൺമെൻറ് ഓഡിറ്റ് അണ്ടർടേക്ക് ചെയ്യുന്നത്. ഗവൺമെൻറ് ഓഡിറ്റ് 3ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 1. ഓഡിറ്റ് ഓഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് ഓഫീസ്. 2. ഓഡിറ്റ് ഓഫ് ഗവൺമെൻറ് കമ്പനീസ്. 3. ഓഡിറ്റ് ഓഫ് കോർപ്പറേഷൻസ്. ഫസ്റ്റ് വൺ ഓഡിറ്റ് ഓഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് ഓഫീസ്. ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഓഫീസസിൻ്റെയും ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയും അതിൻ്റെ സ്റ്റാഫുമാണ്. യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയും അതിൻ്റെ സ്റ്റാഫുമാണ്. ഈ ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത് പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യക്കാണ്. എന്നിട്ട് അത് പാർലമെൻറ്റിൻ്റെ 2 ഹൗസസിലേക്കും സെൻഡ് ചെയ്യുന്നുണ്ട്. ആദ്യം പ്രസിഡൻറ്റിനാണ് സബ്മിറ്റ് ചെയ്യുന്നത് ഓഡിറ്റ് റിപ്പോർട്ട്, ദെൻ അത് പാർലമെൻറ്റിൻ്റെ 2 ഹൗസസിലേക്കും സെൻഡ് ചെയ്യുന്നുണ്ട്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഓഡിറ്റാണ് കണ്ടക്ട് ചെയ്യുന്നതെങ്കിൽ ആ ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവർണർക്കാണ്. മാത്രമല്ല ഇത് സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന് ഫോർവേഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വണ്ണാണ് ഓഡിറ്റ് ഓഫ് ഗവൺമെൻറ് കമ്പനീസ്. വാട്ട് ഈസ് ഗവൺമെൻറ് കമ്പനി? എ ഗവൺമെൻറ് കമ്പനി ഈസ് വൺ ഇൻ വിച്ച് at least 51% of the paid up capital is held by central government or state government or both state and central government. എന്താണ് ഗവൺമെൻറ് കമ്പനി? ഒരു കമ്പനിയുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റലിൻ്റെ 51% സെൻട്രൽ ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ ഹെൽഡ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ചേർന്ന് ഒരു കമ്പനിയുടെ 51% കുറയാതെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഹെൽഡ് ചെയ്യുകയാണെങ്കിൽ അത്തരം കമ്പനിയെയാണ് ഗവൺമെൻറ് കമ്പനി എന്ന് പറയുന്നത്. അതായത് ഒരു ഗവൺമെൻറ് കമ്പനി ആണെങ്കിൽ ആ കമ്പനിയുടെ അറ്റ്ലീസ്റ്റ് 51% പെയ്ഡ് അപ്പ് ക്യാപിറ്റലെങ്കിലും ഹെൽഡ് ചെയ്യുന്നത്
ഗവൺമെൻറ് ആയിരിക്കും. ഒന്നുകിൽ സെൻട്രൽ ഗവൺമെൻറ് ആയിരിക്കും, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ആയിരിക്കും. ഇതുമല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ചേർന്നായിരിക്കും. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ അപ്പോയിൻറ്റ് ചെയ്യുന്ന ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ് ഗവൺമെൻറ് കമ്പനിയുടെ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് വണ്ണാണ് ഓഡിറ്റ് ഓഫ് കോർപ്പറേഷൻസ്. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇതൊക്കെ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻസ് ആണ്. ഇവിടെ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുക എന്നുള്ളത് കമ്പൽസറിയാണ്. ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ് ഇവിടെ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ഇതോടെ ഓഡിറ്റിൻ്റെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷനായ ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസ് ഓഫ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ കഴിഞ്ഞു. സെക്കൻഡ് മെയിൻ ക്ലാസിഫിക്കേഷനാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓഡിറ്റ് ഓൺ ദി ബേസിസ് ഓഫ് ഡിഗ്രി ഓഫ് ഇൻഡിപെൻഡൻസ്. ഡിഗ്രി ഓഫ് ഇൻഡിപെൻഡൻസിനെ ബേസ് ചെയ്ത് ഓഡിറ്റിനെ രണ്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഇൻഡിപെൻഡൻറ്റ് ഓഡിറ്റ്, രണ്ട് ഇൻറ്റേർണൽ ഓഡിറ്റ്. ഇൻഡിപെൻഡൻറ്റ് ഓഡിറ്റിനെ എക്സ്റ്റേണൽ ഓഡിറ്റ് എന്നും പറയുന്നുണ്ട്. ഇൻഡിപെൻഡൻറ്റ് ഓഡിറ്റ് കമ്പൽസറി ഓഡിറ്റാണ്. പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഇൻഡിപെൻഡൻറ്റ് ഓഡിറ്റേഴ്സാണ് ഒരു ഫേമിൻ്റെ അക്കൗണ്ട് ഓഡിറ്റ് ചെയ്യുന്നത്. ഇൻഡിപെൻഡൻറ്റ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത് തേർഡ് പാർട്ടിയുടെയും പ്രൊപ്രൈറ്ററിൻ്റെയും ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. സെക്കൻഡ് വണ്ണാണ് ഇൻറ്റേർണൽ ഓഡിറ്റ്. ഇൻറ്റേർണൽ ഓഡിറ്റ് എന്താണ്? മാനേജ്മെൻറ്റിനുള്ള ഒരു സർവീസ് പോലെയാണ് ഇൻറ്റേർണൽ ഓഡിറ്റ് ചെയ്യുന്നത്. ഒരു ഓർഗനൈസേഷൻ്റെ റെക്കോർഡ്സ്, സിസ്റ്റംസ്, പ്രൊസീജിയേഴ്സ്, ഓപ്പറേഷൻസ് ഇതൊക്കെ സിസ്റ്റമാറ്റിക്കലി എക്സാമിൻ ചെയ്യുകയാണ് ഇൻറ്റേർണൽ ഓഡിറ്റിങ്ങിൽ ചെയ്യുന്നത്. ഓഡിറ്റിൻ്റെ തേർഡ് മെയിൻ ക്ലാസിഫിക്കേഷനാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓഡിറ്റ് ഓൺ ദി ബേസ് ഓഫ് കണ്ടക്ട് ഓഫ് ഓഡിറ്റ് ഓർ മെത്തേഡ്. കണ്ടക്ട് ഓഫ് ഓഡിറ്റിൻ്റെ ബേസിസിൽ ഓഡിറ്റിനെ 7ആയി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ കണ്ടിന്യൂസ് ഓഡിറ്റ്, സെക്കൻഡ് ഫൈനൽ ഓഡിറ്റ്, നെക്സ്റ്റ് ബാലൻസ് ഷീറ്റ് ഓഡിറ്റ്, നെക്സ്റ്റ് വൺ ഇൻറ്ററിം ഓഡിറ്റ്, നെക്സ്റ്റ് ഒക്കേഷണൽ ഓഡിറ്റ്, നെക്സ്റ്റ് പാർഷ്യൽ ഓഡിറ്റ് ആൻഡ് ദ ലാസ്റ്റ് വൺ സ്റ്റാൻഡേർഡ് ഓഡിറ്റ്. ഫസ്റ്റ് വൺ കണ്ടിന്യൂസ് ഓഡിറ്റ്. കണ്ടിന്യൂസ് ഓഡിറ്റിനെ റണ്ണിംഗ് ഓഡിറ്റ് എന്നും ഡീറ്റെയിൽഡ് ഓഡിറ്റ് എന്നും പറയുന്നുണ്ട്. കണ്ടിന്യൂസ് ഓഡിറ്റ് ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്. കണ്ടിന്യൂസ് ഓഡിറ്റ് ഒരു സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റാണ്. പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഓഡിറ്റേഴ്സാണ് കണ്ടിന്യൂസ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ബിഗ് ബിസിനസ് ഹൗസ് ആണെങ്കിൽ കണ്ടിന്യൂസ് ഓഡിറ്റ് നെസസറിയാണ്. സ്മോൾ ഫേം ആണെങ്കിൽ നെസസറി അല്ല. എന്തൊക്കെയാണ് കണ്ടിന്യൂസ് ഓഡിറ്റിൻ്റെ അഡ്വാൻറ്റേജസ്? ഫസ്റ്റ് വൺ ഡീറ്റെയിൽഡ് ചെക്കിംഗ്. ഡീറ്റെയിൽഡ് ചെക്കിംഗ് കണ്ടിന്യൂസ് ഓഡിറ്റ് കൊണ്ട് സാധ്യമാണ്. സെക്കൻഡ് വൺ ഈസി ആൻഡ് ക്വിക്ക് ഡിറ്റക്ഷൻ ഓഫ് എറേഴ്സ് ആൻഡ് ഫ്രോഡ്. ഈസിയായും ക്വിക്കായും എറേഴ്സും ഫ്രോഡൊക്കെ ഡിറ്റക്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ അപ് ടു ഡേറ്റ് അക്കൗണ്ടിംഗ് റെക്കോർഡ്സ്. അക്കൗണ്ടിംഗ് റെക്കോർഡ്സ് ഒക്കെ അപ്ഡേറ്റ് ആയിരിക്കും. നെക്സ്റ്റ് വൺ ബെറ്റർ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദി ടെക്നിക്കാലിറ്റീസ് ഓഫ് ബിസിനസ്. ബിസിനസ്സിൻ്റെ ടെക്നിക്കാലിറ്റീസ് ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കും. എഫിഷ്യൻറ്റ് ഓഡിറ്റ്. കണ്ടിന്യൂസ് ഓഡിറ്റ് ആണെങ്കിൽ ഒരു എഫിഷ്യൻറ്റ് ഓഡിറ്റ് ആയിരിക്കും. ഡിസഡ്വാൻറ്റേജസ് നോക്കാം. ഫസ്റ്റ് വൺ ഓൾട്രേഷൻ ഓഫ് ഫിഗേഴ്സ്. ഫിഗേഴ്സ് ഓൾട്ടർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നെക്സ്റ്റ് വൺ ഇൻവോൾവ്സ് മച്ച് ടൈം. ഒത്തിരി സമയമെടുക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ എക്സ്പെൻസീവ്. വളരെയധികം എക്സ്പെൻസീവാണ്. നെക്സ്റ്റ് വൺ ലൂസിങ് ദി ത്രെഡ് ഓഫ് വർക്ക്. വർക്കിൻ്റെ ത്രെഡ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഇത്രയൊക്കെയാണ് ഡിസഡ്വാൻറ്റേജസ്. സെക്കൻഡ് വണ്ണാണ് ഫൈനൽ ഓഡിറ്റ്. ഫൈനൽ ഓഡിറ്റിനെ കംപ്ലീറ്റഡ് ഓഡിറ്റ് എന്നും പീരിയോഡിക്കൽ ഓഡിറ്റ് എന്നും ആനുവൽ ഓഡിറ്റ് എന്നും പറയുന്നുണ്ട്. ഫൈനൽ ഓഡിറ്റ് സാധാരണ കണ്ടക്ട് ചെയ്യുന്നത് ട്രേഡിംഗ് പീരീഡിൻ്റെ എൻഡിലാണ്. എല്ലാ ട്രാൻസാക്ഷൻസും കംപ്ലീറ്റ്ലി റെക്കോർഡ് ചെയ്തതിനും ബാലൻസ് ചെയ്തതിനും ശേഷമാണ് ഫൈനൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യാറുള്ളത്. നെക്സ്റ്റ് വണ്ണാണ് ബാലൻസ് ഷീറ്റ് ഓഡിറ്റ്. ബാലൻസ് ഷീറ്റ് ഓഡിറ്റ് ഒരു റീസെൻറ്റ് ഒറിജിനാണ്. ഇത് അമേരിക്കയിലാണ് പോപ്പുലറായിട്ടും കണ്ടുവരുന്നത്. അമേരിക്കൻ ഒറിജിനാണ് ഇത്. ഇന്ത്യയിൽ ഇത് റെയറായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ബാലൻസ് ഷീറ്റ് ഓഡിറ്റ് എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ ഓഡിറ്റാണ്. പ്യുവർലി ഒരു ഫിനാൻഷ്യൽ ഓഡിറ്റാണ് ബാലൻസ് ഷീറ്റ് ഓഡിറ്റ്. ബാലൻസ് ഷീറ്റ് ഓഡിറ്റിൽ ബാലൻസ് ഷീറ്റ് ഐറ്റംസ് ആണ് വെരിഫൈ ചെയ്യുന്നത്. ക്യാപിറ്റൽ ലയബിലിറ്റീസ്, റിസർവ്സ്, പ്രൊവിഷൻസ്, അസറ്റ്സ് അങ്ങനെയുള്ള ബാലൻസ് ഷീറ്റ് ഐറ്റംസ് ആണ് ബാലൻസ് ഷീറ്റ് ഓഡിറ്റിൽ ഓഡിറ്റർ വെരിഫൈ ചെയ്യുന്നത്. നെക്സ്റ്റ് ഓഡിറ്റാണ് ഇൻറ്ററിം ഓഡിറ്റ്. 2 ആനുവൽ ഓഡിറ്റ്സിൻ്റെ ഇടയ്ക്ക് കണ്ടക്ട് ചെയ്യുന്ന ഓഡിറ്റാണ് ഇൻറ്ററിം ഓഡിറ്റ്. ഇൻറ്ററിം ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നതിന് വേണ്ടി ഇൻറ്ററിം പ്രോഫിറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നതാണ് ഇൻറ്ററിം ഓഡിറ്റിൻ്റെ ലക്ഷ്യം. നെക്സ്റ്റ് വണ്ണാണ് ഒക്കേഷണൽ ഓഡിറ്റ്. ഒക്കേഷണൽ ഓഡിറ്റ് എന്ന് പറയുന്നത് സോൾ ട്രേഡറിനും അതുപോലെ തന്നെ പാർട്ട്ണർഷിപ്പിനൊക്കെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓഡിറ്റാണ്. എന്തെങ്കിലും സ്പെഷ്യൽ ഒബ്ജക്റ്റിന് വേണ്ടിയാണ് ഇവിടെ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ഒക്കേഷണൽ ഓഡിറ്റ് എന്ന് പറയുന്നത് സ്പെഷ്യൽ ഒബ്ജക്റ്റിന് വേണ്ടി കണ്ടക്ട് ചെയ്യുന്ന ഓഡിറ്റാണ്.
അതായത് ഒരു പാർട്ട്ണർ റിട്ടയർ ചെയ്യുകയോ ഡൈ ചെയ്യുകയോ അല്ലെങ്കിൽ പുതിയ പാർട്ട്ണർ അഡ്മിറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് ഈ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഓഡിറ്റാണ് പാർഷ്യൽ ഓഡിറ്റ്. ക്ലയൻറ്റ് ഇൻസ്ട്രക്റ്റ് ചെയ്യുന്ന പാർട്ട് ഓഫ് അക്കൗണ്ട്സ് മാത്രമാണ് ഇവിടെ ഓഡിറ്റർ ഓഡിറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വണ്ണാണ് സ്റ്റാൻഡേർഡ് ഓഡിറ്റ്. സ്റ്റാൻഡേർഡ് ഓഡിറ്റ് എന്ന് പറയുന്നത് വളരെ റയറായിട്ട് കണ്ടക്ട് ചെയ്യുന്ന ഒരു ഓഡിറ്റാണ്. തറവായി ബുക്സ് ഓഫ് അക്കൗണ്ട്സ് സ്ക്രൂട്ടിനി ചെയ്താണ് ഈ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. നാലാമത്തെ മെയിൻ ക്ലാസിഫിക്കേഷനാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓഡിറ്റ് അക്കോർഡിംഗ് ടു സ്പെഷ്യൽ ഒബ്ജക്റ്റീവ്സ്. സ്പെഷ്യൽ ഒബ്ജക്റ്റീവ്സിൻ്റെ ബേസിസിൽ 12 ടൈപ്പ് ഓഫ് ഓഡിറ്റാണ് ഉള്ളത്. ഫസ്റ്റ് വൺ മാനേജ്മെൻറ്റ് ഓഡിറ്റ്. മാനേജ്മെൻറ്റ് ഓഡിറ്റ് എന്ന് പറയുന്നത് ഒരു റീസെൻറ്റ് ഒറിജിനാണ്. ഇത് അമേരിക്കയിലാണ് ഒറിജിൻ ചെയ്തിട്ടുള്ളത്. എൻ്റർപ്രൈസിൻ്റെ എല്ലാ ഏരിയാസിൻ്റെയും പെർഫോമൻസും മെത്തേഡ്സൊക്കെ ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഒരു ടൂളാണ് മാനേജ്മെൻറ്റ് ഓഡിറ്റ്. നെക്സ്റ്റ് വണ്ണാണ് കോസ്റ്റ് ഓഡിറ്റ്. കോസ്റ്റ് ഓഡിറ്റ് എന്ന് പറയുന്നത് എല്ലാ കമ്പനീസിനും കമ്പൽസറി അല്ല. മാനുഫാക്ചറിങ്, മൈനിങ് ഇതൊക്കെ ചെയ്യുന്ന കമ്പനീസിനാണ് കോസ്റ്റ് ഓഡിറ്റ് കമ്പൽസറി ആയിട്ടുള്ളത്. നെക്സ്റ്റ് വണ്ണാണ് ക്യാഷ് ഓഡിറ്റ്. ക്യാഷ് ഓഡിറ്റിൽ ക്യാഷ് ട്രാൻസാക്ഷൻസ് മാത്രമാണ് ഓഡിറ്റ് ചെയ്യുന്നത്. ക്യാഷ് റെസീപ്റ്റ്സും ക്യാഷ് പേയ്മെൻറ്റൊക്കെയാണ് ഇവിടെ വെരിഫൈ ചെയ്യുന്നത്. വൗച്ചറിൻ്റെയും റെസീപ്റ്റ്സിൻ്റെയും ഒക്കെ ഹെൽപ്പോട് കൂടിയാണ് ഇവിടെ ക്യാഷ് റെസീപ്റ്റ്സും ക്യാഷ് പേയ്മെൻറ്റൊക്കെ വെരിഫൈ ചെയ്യുന്നത്. നെക്സ്റ്റ് വണ്ണാണ് സ്പെഷ്യൽ ഓഡിറ്റ്. സ്പെഷ്യൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ്റാണ്. സ്പെഷ്യൽ ഒബ്ജക്റ്റീവ്സിന് വേണ്ടിയാണ് സെൻട്രൽ ഗവൺമെൻറ് സ്പെഷ്യൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ചില സാഹചര്യങ്ങളിലാണ് സെൻട്രൽ ഗവൺമെൻറ് സ്പെഷ്യൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യാറുള്ളത്. ഏതൊക്കെയാണ് ആ സാഹചര്യങ്ങൾ? ഒന്ന്, ഒരു കമ്പനിയുടെ മാനേജ്മെൻറ്റ് പ്രോപ്പർ ഫോമിൽ അല്ല എങ്കിൽ. സെക്കൻഡ് വൺ, ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ കോൺസ്റ്റൻ്റായി ഡിറ്റീരിയോറേറ്റിങ്ങിലാണെങ്കിൽ. അതേപോലെ തന്നെ ഒരു കമ്പനി ബിസിനസ് പ്രിൻസിപ്പിൾസ് അനുസരിച്ചല്ല മാനേജ് ചെയ്യുന്നത് എങ്കിൽ. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെയാണ് സ്പെഷ്യൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യാറുള്ളത്. സ്പെഷ്യൽ ഓഡിറ്ററാണ് ഈ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. സ്പെഷ്യൽ ഓഡിറ്ററിൻ്റെ റെമ്യൂണറേഷൻ ഡിസൈഡ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ്റാണ്. പെയ്ഡ് ചെയ്യുന്നത് കൺസേൺഡ് കമ്പനിയാണ്. നെക്സ്റ്റ് വണ്ണാണ് ഓപ്പറേഷൻ ഓഡിറ്റ്. ഓപ്പറേഷൻ ഓഡിറ്റ് മാനേജ്മെൻറ്റ് ഓഡിറ്റിൻ്റെ ഒരു പാർട്ടാണ്. നെക്സ്റ്റ് വണ്ണാണ് എഫിഷ്യൻസി ഓഡിറ്റ്. ഒരു ഫേമിൻ്റെ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. എക്സിസ്റ്റിംഗ് സിറ്റുവേഷൻസിൽ നിന്ന് മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നതാണ് ഈ ഓഡിറ്റിൻ്റെ ലക്ഷ്യം. നെക്സ്റ്റ് വണ്ണാണ് ഡീറ്റെയിൽഡ് ഓഡിറ്റ്. നെക്സ്റ്റ് വണ്ണാണ് ഡീറ്റെയിൽഡ് ഓഡിറ്റ്. ഡീറ്റെയിൽഡ് ഓഡിറ്റിന് റണ്ണിംഗ് ഓഡിറ്റ് എന്നും കംപ്ലീറ്റ് ഓഡിറ്റ് എന്നും കണ്ടിന്യൂസ് ഓഡിറ്റ് എന്നുമൊക്കെ പറയുന്നുണ്ട്. റെഗുലർ ഇൻ്റർവെൽസിൽ ഓഡിറ്റർ കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഡീറ്റെയിൽഡ് ആയിട്ട് ചെക്ക് ചെയ്യുന്ന ഓഡിറ്റാണ് ഡീറ്റെയിൽഡ് ഓഡിറ്റ്. നെക്സ്റ്റ് വണ്ണാണ് പ്രൊപ്രൈറ്റി ഓഡിറ്റ്. മാനേജ്മെൻറ്റ് ഓഡിറ്റിൻ്റെ പാർട്ടാണ് ഇത്. ഈ ഓഡിറ്റിനെ ഹൈ ഫോം ഓഡിറ്റായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. കോൺട്രാക്റ്റിൻ്റെ ക്ലോസ് സ്ക്രൂട്ടിനിയൊക്കെയാണ് ഈ ഓഡിറ്റിൽ ചെയ്യുന്നത്. നെക്സ്റ്റ് വണ്ണാണ് പെർഫോമൻസ് ഓഡിറ്റ്. പെർഫോമൻസ് ഓഡിറ്റ് മാനേജ്മെൻറ്റ് ഓഡിറ്റിൻ്റെ ഒരു പാർട്ടാണ്. ഒരു കൺസേണിൻ്റെ പെർഫോമൻസ് ആണ് ഇവിടെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വണ്ണാണ് റെഗുലേറ്ററി ഓഡിറ്റ്. പ്രൈവറ്റ് ബിസിനസ് ഫേംസ് കണ്ടക്ട് ചെയ്യുന്ന ഓഡിറ്റാണ് റെഗുലേറ്ററി ഓഡിറ്റ്. റെഗുലേറ്ററി ഓഡിറ്റ് എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്? കോമ്പറ്റൻറ്റ് അതോറിറ്റി എല്ലാ ട്രാൻസാക്ഷൻസും അപ്രൂവ് ചെയ്തിട്ടുണ്ടോ, സാങ്ഷൻ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയാണ് റെഗുലേറ്ററി ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് വണ്ണാണ് വൗച്ച് ആൻഡ് പോസ്റ്റ് ഓഡിറ്റ്. എല്ലാ ട്രാൻസാക്ഷൻസിൻ്റെയും ഡീറ്റെയിൽഡ് എക്സാമിനേഷനാണ് ഈ ഓഡിറ്റിൽ നടക്കുന്നത്. ലാസ്റ്റ് വണ്ണാണ് സോഷ്യൽ ഓഡിറ്റ്. ഇതൊരു റീസെൻറ്റ് ഒറിജിനാണ്. ഒരു കമ്പനി സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഡിസ്ചാർജ് ചെയ്യാൻ ഏബിൾ ആണോ എന്ന് മെഷർ ചെയ്യുകയും ഇവാലുവേറ്റ് ചെയ്യുകയുമാണ് ഈ ഓഡിറ്റിൽ ചെയ്യുന്നത്. ഇതോടെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഓഡിറ്റ് അക്കോർഡിംഗ് ടു സ്പെഷ്യൽ ഒബ്ജക്റ്റീവ്സ്. നെക്സ്റ്റ് മെയിൻ ക്ലാസിഫിക്കേഷനാണ് ന്യൂ ജനറേഷൻ ഓഡിറ്റ്. ന്യൂ ജനറേഷൻ ഓഡിറ്റ് refers to advanced auditing approach that heavily utilizes technology like artificial intelligence, automation, etc. ന്യൂ ജനറേഷൻ ഓഡിറ്റ് എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് ഓഡിറ്റിംഗ് അപ്രോച്ചാണ്. ടെക്നോളജീസ് ഒരുപാട് യൂസ് ചെയ്താണ് ഈ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഓട്ടോമേഷൻ തുടങ്ങിയ ടെക്നോളജീസൊക്കെ യൂസ് ചെയ്ത് കണ്ടക്ട് ചെയ്യുന്ന ഓഡിറ്റാണ് ന്യൂ ജനറേഷൻ ഓഡിറ്റ്. മൊഡ്യൂൾ 1 കഴിഞ്ഞു.
നിങ്ങൾക്ക് ഈ ക്ലാസ് യൂസ് ആവുന്നുണ്ട് എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.